ഏറ്റവും വലിയ ദുരാചാര ഭൂഷണത്തിന്റെ കല്യാണ മാമാങ്കങ്ങള് നമ്മളല്ലയോ മലബാറുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്താണ് ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിന്റെ നാലുകെട്ടിൽ വെച്ച് നടക്കുന്ന കല്യാണ മഹാമഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ സഹൃദയനായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകനാണ് വരൻ. ക്ഷേത്രത്തിന്റെ നാലുകെട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് താലി ചാർത്തി, താലം കൈമാറി, ചടങ്ങ് കഴിഞ്ഞു. വളരെ അത്ഭുതപ്പെട്ടിട്ട് ഡൽഹിയിൽ നിന്ന് ക്ഷണിതാവായിട്ട് കടന്നു വന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകനായ വരന്റെ ഡൽഹിയിലെ സുഹൃത്ത് ഈ കല്യാണ രംഗം കണ്ടിട്ട് ഇതിന്റെ ലാളിത്യ വിശുദ്ധി ഒപ്പിയെടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ മുഖപ്രസംഗം എഴുതി. കേരളത്തിലെ വിവാഹത്തിന്റെ ലാളിത്യമായിരുന്നു അതിന്റെ പ്രധാനമായിരിക്കുന്ന ശീർഷകം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ വൃത്താന്തങ്ങൾക്കിടയിലേക്ക് നമ്മുടെ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകനെങ്ങാനും കടന്നു വന്നാൽ അദ്ദേഹം ബോധരഹിതനായി പോകും. നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ചിയർ ഗേൾസ് വരുന്ന മാതിരിയാണ് ഇപ്പൊ ഓരോ കല്യാണത്തിന് പ്രത്യേകിച്ച് അണിയിച്ച് ഒരുക്കപ്പെടുന്ന നാരികളും പുതുനാരികളുമായിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടത്തുന്നവന്റെയോ വധുവിന്റെയോ വരന്റെയോ രക്തബന്ധം പോലുമില്ലാത്ത ഈ പെൺകുട്ടികൾ വന്നിട്ടാണ് ഈ എൻട്രൻസിൽ വെള്ളം കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നോട്ടീസ് പോലും കൊടുക്കാൻ ഒന്നാമത്തെ പേജിൽ വധുവരന്മാർക്കുള്ള ആശംസകളാണ്, രണ്ടാമത്തെ പേജിലാണെങ്കിലോ മെനുവാണ്. മെനു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിരിക്കുന്ന ഹൈ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കിട്ടുന്ന മെനു പോലെയുള്ള വലിയ വലിയ മെനുവിന്റെ ലിസ്റ്റാണ് ഈ പെൺപിള്ളേര് കൊടുക്കുന്നത്. അതിൽ ഫുഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് തന്നെ ഒരു 10-15 ഐറ്റം, ഫുഡ് ഒരു 25 ഐറ്റം. എന്നിട്ട് ബൊഫേ സംവിധാനത്തിലൂടെ നമ്മൾ പാത്രം കയ്യിലേന്തിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെ എടുക്കുന്നു. ചെറിയ മക്കളൊക്കെ ഈ മെനു വാങ്ങിയിട്ട് ജ്യൂസ് കുടിക്കാൻ ഒരു സ്ഥലത്ത് ഓരോ ജ്യൂസാണ്, ഓരോ ജ്യൂസ് അല്പാൽപ്പം കുടിച്ച് അതെല്ലാം പാതി ഭക്ഷിച്ചിട്ട് ഒഴിവാക്കാൻ. അതുകൊണ്ട് പിന്നെ അതിന്റെ സ്ഥാനം വേസ്റ്റ് ബിന്നാണ്, വേസ്റ്റ് ബാസ്കറ്റിലേക്ക് വലിച്ചെറിയാൻ. കടിച്ച കബ്സ, ബുഖാരി, മന്തി, അൽഫാം, ഖുബൂസ്, ബ്രോസ്റ്റ്, ഷവർമ, ഷവായ, ഈ സാധനങ്ങൾ മുഴുവൻ അല്പം കടിച്ചിട്ട് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയ. ഞാനൊന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, നിങ്ങളൊക്കെ ഓരോ കുടുംബത്തിന്റെ ഗൃഹനായകനാണ്, ഗൃഹനായികയാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വക്താവാൻ, പ്രയോക്താവാൻ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തതിയാൻ, സഹചാരിയാണ്. ഈ അർത്ഥത്തിൽ കുടുംബ വീക്ഷണങ്ങളുടെ പുരാണങ്ങളെ നമ്മൾ ചെറുവിധ വിധേയമാക്കുമ്പോൾ നമ്മുടെ കല്യാണങ്ങൾ മാമാങ്കങ്ങളായി അധപ്പതിക്കുന്നുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ്. തീർച്ചയാണ് ഈ വിഷയം. ഇനി ആരോട് പറയാനാ? ഇങ്ങനെ മുസ്ലിം കല്യാണത്തിന്റെ മഹാമഹം നടന്ന ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോയതിന്റെ ശേഷം അസറിന്റെ ശേഷം ഒരു 4-4:30 മണിയാകുമ്പോ ആ വേസ്റ്റ് ബാസ്കറ്റുകളെല്ലാം ഒരാൾ പോയിട്ട് ശേഖരിക്കുക. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന മൂല്യം വെച്ചിട്ട് ഓരോ ചവച്ചു തുപ്പപ്പെട്ട അല്ലെങ്കിൽ വേസ്റ്റാക്കി വലിച്ചെറിഞ്ഞു പോയ ഭക്ഷണ വിഭവങ്ങളെയും നിങ്ങൾ ആ വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് പൊറുക്കിയെടുക്കുക. എന്നിട്ട് ഇന്ന് മാർക്കറ്റിൽ വിപണിയിൽ അതിന് ഏകദേശം കണക്കാക്കപ്പെടുന്ന മൂല്യം വെച്ചിട്ടൊന്ന് കാൽക്കുലേഷൻ നടത്തുക. ഞാൻ പറയുന്നു, മധ്യമ കുടുംബത്തിൽ ജീവിക്കുന്ന 5 പെൺകുട്ടികളുടെ കല്യാണം നടത്താനുള്ള ഭക്ഷണം ആ വേസ്റ്റിൽ ഉണ്ടാകും. ഒരു മുസ്ലിം കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലെ വേസ്റ്റ് ബിന്നിൽ ഇതുപോലെ 5 കല്യാണങ്ങൾ നടത്താനുള്ള വേസ്റ്റ് ഉണ്ടാകും. അതാണ് നമ്മുടെ കുടുംബ പുരാണത്തിന്റെ ഐഡിയോളജി. ആ തരത്തിലേക്ക് മുസ്ലിം കുടുംബ സമ്പ്രദായങ്ങൾ അധപ്പതിച്ചു പോയി. ഇതൊരു സംസ്കാരമായി നമ്മൾ കൊണ്ടുനടക്കാൻ. നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വായിച്ചതാണ്, കേട്ടുകേൾവി പോലുമല്ല. ഈ അടുത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പൗരപ്രമാണി അദ്ദേഹത്തിന്റെ വിവാഹം നടത്തി. മകളുടെയും മകന്റെയും വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വധുവും വരനും ഒക്കെ 2 വേദികളിലായിട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ക്ഷണിതാക്കളായിട്ട് കടന്നു വന്ന ആളുകൾക്ക് മുമ്പിൽ അനൗൺസ്മെന്റ് ആണ്. എന്താ അനൗൺസ്മെന്റിൽ മുഴങ്ങിക്കേൾക്കുന്നത്? ഒപ്പന നടക്കുന്ന വേദിയിലാണ് വധു ഉള്ളത്. വധുവിനെ കാണേണ്ട ആളുകൾ 1-ാം വേദിയിലേക്ക് പോവുക. 2-ാം വേദിയിൽ നടക്കുന്നത് അറബനയാണ്. വരനെ കാണേണ്ട ആളുകൾ 2-ാം വേദിയിലേക്ക് പോവുക. കഴിഞ്ഞ വർഷം മലപ്പുറം MSP ഗ്രൗണ്ടിൽ സ്കൂൾ യുവജനോത്സവത്തിൽ അരങ്ങേറിയ അതേ പ്രതീതി നമ്മുടെ ഇസ്ലാമിന്റെ വലിയ വലിയ പ്രമാണിമാരുടെ കല്യാണത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഒരു മതകീയ മാനം കൂടി കുടുംബ വ്യവസ്ഥിതിയിലൂടെ തന്നെ വായിച്ചെടുക്കൽ അനുപേക്ഷണീയമാണ്.
അതുകൊണ്ടാണ് ഞാൻ സാന്ദർഭികമായ വിഷയം സൂചിപ്പിച്ചത്. ഉമ്മമാർക്ക് നല്ലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിയും. തീർച്ചയായും കുട്ടിയുടെ സംസ്കാര രൂപീകരണത്തിൽ പോലും മാതാവിന്റെ ഇൻഫ്ലുവൻസ്, മാതാവ് ചെലുത്തുന്ന എന്ന് പറയാൻ ഞാൻ ആളല്ല, മാതാവ് ചെലുത്തേണ്ട സ്വാധീനം അപാരമാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അത്റാഫി. ആരാണ് മാതാവ്? മാതാവേ, നിങ്ങളാണ് മതകലാലയം, നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ വേഷവിധാനത്തെ തീരുമാനിക്കാൻ അർഹതയുള്ളവൾ. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി ഏത് വേഷമാണ് ധരിച്ചത്, ആ വേഷവിധാനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാൻ എന്ന് മാതാവിനെ വിളിച്ചിട്ട് ഇസ്ലാം പറയാൻ. കുട്ടിയുടെ ഭാഷ കുട്ടിയുടെ സംസ്കാരമാണ്, കുട്ടിയുടെ ഹാബിറ്റ്സ്, കുട്ടിയുടെ ബോഡി ലാംഗ്വേജ്, കുട്ടി മറ്റുള്ളവരോട് പെരുമാറുന്ന ബിഹേവിയർ സ്റ്റൈൽ, എല്ലാത്തിനും മാതാവിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സ്വാധീനമുണ്ട്. തീർച്ചയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പരിപാടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിന്റെ തീരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറ്റിയാണ് പിന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ മാതാപിതാക്കളുടെ ഒരു തൊലിക്കട്ടിയുടെ ഊക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം കുഞ്ഞിനെ വെളിയിലേക്ക് പറഞ്ഞുവിടാൻ എന്ത് വലിയ സ്വാതന്ത്ര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ബദൽ സംവിധാനം സ്മൈൽ ഓഫ് ലവ് ആണ് ഇസ്ലാമിക ആചാര്യന്മാരായിരിക്കുന്ന നമ്മൾ കൊണ്ടുവരേണ്ടത്. കിസ് ഓഫ് ലവ് അല്ല, ചുംബന സമരമല്ല, പുഞ്ചിരിയിലൂടെ മതത്തെ പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. അത് എബോള വന്നാലും കൊറോണ വന്നാലും ഇസ്ലാം നീ ആ സഹോദരനെ നോക്കി പുഞ്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അൻതൽഖാ അഖാക ബിവജ്ഹിൻ ത്വരീഖിൻ സദഖ. നിന്റെ ഏകോദര സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കൽ നീ അവന് കൊടുക്കുന്ന ദാനമാണ്. ആ ദാനശീലം പുഞ്ചിരിയിലൂടെ നിർവഹിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന മതം എത്ര വിശാല കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. മതത്തിന്റെ സ്നേഹവാത്സല്യത്തിന്റെ പ്രയോഗങ്ങളെ സ്വന്തം ശരീരങ്ങളിലൂടെ, സ്വന്തം വ്യക്തി താല്പര്യങ്ങളിലൂടെ, നമ്മുടെ അഭിവാദനങ്ങളിലൂടെ പ്രകാശിപ്പിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാം. ഒരാൾ വന്നിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, അങ്ങയുടെ മുമ്പിൽ ഏത് വിഷയവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ധൈര്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് വിനീതനായി ഞാൻ വന്ന് ചോദിക്കുന്നത് നബിയേ. ഞാനൊരു ഗ്രാമീണനാണ്, ഞാനൊരു അറാബിയാണ് റസൂലേ. ഞാൻ ഇസ്ലാമിനെ പറ്റി ജ്ഞാനമുള്ളവനല്ല നബിയേ, പരിജ്ഞാനം കുറഞ്ഞുപോയ മനുഷ്യനാണ്, വിദ്യാസമ്പന്നനല്ല റസൂലേ, സംസ്കാര ശൂന്യനായ മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണേ നബിയേ. എനിക്ക് അഭീത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് തരണം എന്ന ആജ്ഞാപനം നടത്താനാണ് ഞാൻ കടന്നു വന്നതെന്ന് പരിശുദ്ധ നായകന്റെ ദർബാറിൽ കയറിയിട്ടൊരു ഗ്രാമീണൻ വിളംബരം നടത്തുകയാണ്. കൂടി നിന്ന സഹാബ സ്തബ്ധിച്ചുപോയി. അവർ അത്ഭുത പരതന്ത്രരായി. ചില ആളുകൾ വികാര വിജൃംഭിതരായി, ചില ആളുകൾ ക്ഷോഭത്തോടുകൂടെ പ്രതികരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് ചോദ്യകർത്താവായ മനുഷ്യനോട് ഒരു വാക്ക് പോലും ഉരിയാടുന്നതിന്റെ മുൻപ് മന്ദസ്മിതം തൂകിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അക്ഷോഭ്യരാവണം, ഇവിടെ ക്ഷോഭം പാടില്ല. ഏതാണ് മതം? എന്നെ പറ്റി തന്നെ എന്റെ തമ്പുരാന് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ സഹാബ? അങ്ങങ്ങാനും പരുഷ ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അങ്ങയുടെ അനുയായികൾ, അങ്ങയെ കേൾക്കാൻ വന്ന ആളുകൾ, അങ്ങയിൽ നിന്ന് മതം പഠിക്കാൻ വന്ന ആളുകൾ, അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു നബിയെ. അതുകൊണ്ടങ്ങ് കാരുണ്യത്തിന്റെ ഹൃദയമുള്ള ആളാവണം, അങ്ങ് ലാളിത്യത്തിന്റെ പ്രതിരൂപമാകണം, അങ്ങ് സ്നേഹത്തിന്റെ സാഗരമാകണം, അങ്ങ് സുരക്ഷിതത്വത്തിന്റെ താവളമൊരുക്കണം, അങ്ങേ ചമൽക്കാരദായകമായിരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ യജമാനനാകണം, അങ്ങ് മനുഷ്യവൽക്കരണത്തിന്റെ ഉദാത്ത ശീലമുള്ള ആളാകണം, അങ്ങ് മാനത്ത നക്ഷത്രത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചുകിടാവിന്റെ ബാല്യത്തിൽ നിന്ന് അവനെ ഉന്നതിയുടെ സോപാനത്തിലേക്ക് ഉയർത്തി ചക്രവാള സീമയിലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രത്തിന് സമാനനായ മനുഷ്യനാക്കാൻ നിയുക്തനായ മനുഷ്യനാണ്, പ്രവാചകനാണ്. ഇന്നെന്റെ തമ്പുരാൻ
എന്നോട് ആജ്ഞാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹാബ, വ്യഭിചരിക്കാൻ സ്വാതന്ത്ര്യം ചോദിച്ചു വന്ന ഈ ഗ്രാമീണനെ നിങ്ങൾ തടയാൻ പാടില്ല. അവന് മരുന്ന് കൊടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അവന് ഔഷധം കുറിച്ചു കൊടുക്കൽ, അല്ലെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് രമ്യമായി പരിഹാരം കാണൽ നിങ്ങളുടെ നായകനായ മുഹമ്മദിന്റെ കർത്തവ്യമാണെന്ന് മദീനയുടെ മണരാരണ്യത്തിൽ മുഴക്കി പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമീണനായ മനുഷ്യനെ പരിശുദ്ധ നായകൻ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹമാണെങ്കിലോ സടകുടഞ്ഞ സിംഹത്തെ പോലെയാണ്. പരിശുദ്ധ റസൂലാണെങ്കിലോ മഴ നനഞ്ഞ കുഞ്ഞാടിനെ പോലെയാണ്. ഭവ്യത തുളുമ്പുന്ന ഹൃദയത്തിന്റെ ഉടമയെ പോലെ ലോകനായകൻ ഈ സഹാബി ആറാബിയോട് ചോദിച്ചു പോയി, സഹോദര, ഞാൻ നീ ചോദിച്ച കർമ്മത്തിന് നിനക്ക് അനുവാദം തരുന്നതിന്റെ മുൻപേ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ഉമ്മയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ നാം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, എൻ്റെ മാതാവിൻ്റെ വീട്ടിലുണ്ട് നബിയേ. രണ്ടാമത്തെ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ നിന്റെ പെങ്ങളുണ്ടോ സഹോദര? ആ മനുഷ്യൻ പറഞ്ഞു പോയി, അതേ, എൻ്റെ സഹോദരിയും ഉണ്ട് നബിയേ. ഞാനിപ്പോ ഇറങ്ങുമ്പോൾ പോലും അവരെ കണ്ടിട്ടാണ് എൻ്റെ വീട് വിട്ടിറങ്ങിയത് നബിയേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ മാതാവിനെ ആരെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പിടിച്ചുകൊണ്ടുപോയാൽ, അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം? അദ്ദേഹം വികാര വിജൃംഭിതനായി എരിതീയിലേക്ക് എണ്ണയൊടിച്ച പോലെ അദ്ദേഹത്തിന്റെ ക്ഷോഭങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. ആ മനുഷ്യൻ പറഞ്ഞു പോയി, വിട്ടില്ല ഞാൻ അവനെ. ആരാണ് ആ ദ്രോഹി? എന്റെ മാതാവിനെ അവിഹിത ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊലകൊമ്പനെ പോലെ കടന്നു വന്നവൻ. ഏത് വില്ലാളി വീരനാണെങ്കിലും ശരി, എന്റെ കയ്യിലുള്ള വാള് കൊണ്ട് ഞാൻ അവനെ വെട്ടിക്കൊലപ്പെടുത്തും നബിയേ. അദ്ദേഹത്തോട് പരിശുദ്ധ നായകൻ പറഞ്ഞു, സഹോദര, ശാന്തനാകണം, എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല, എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല. നീ ദയവ് ചെയ്ത് ശാന്തനാകണേ സഹോദര. ആ സഹോദരൻ ശാന്തതയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, നിന്റെ രക്തബന്ധത്തിലുള്ള